ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാനിതാ ഇന്ന് ഒരു ഹെയർ ബോൻ്റെ ഒരു മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നത്. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് വയർ ഹെയർ ബോ ആണ്. കനം കുറഞ്ഞിട്ട് നേരിയൊരു ഹെയർ ബോ എന്നിട്ട് അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് ഞാൻ ഇതാ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം സെൻറ്ററിൽ വെക്കേണ്ട 5 ഫ്ലവർ ബീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഗമ്മ് വേണം. പിന്നെ യെല്ലോ ബീഡ്സാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അറ്റത്തുണ്ടല്ലോ, അറ്റത്ത് നല്ലോണം ഗമ്മാക്കിയിട്ട് നമുക്ക് ഒരു ബീഡ്സ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിത് ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഇങ്ങനെ ഗമ്മ് നല്ലോണം ആക്കണം കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ ആടെ എൻഡ് ബീഡ്സ് വരേണ്ടതാണ്. ഞാൻ എൻഡ് ബീഡ്സ് ഇടുന്നില്ല. ഇത് ചെറിയ ബീഡ്സ് ആണല്ലോ, അതുകൊണ്ട് ഇതന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഓരോ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലായിട്ട് ഗമ്മാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനിതാ ഇതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിതാ ബീഡ്സ് തറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യെല്ലോ ബീഡ്സ് എല്ലാം നമുക്ക് ഇതുപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ്, ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ യെല്ലോ ബീഡ്സ് ഇതിങ്ങനെ പകുതി വരെ നമുക്ക് കോർക്കണം. അത് നല്ല സെൻറ്ററിൽ 5 ബീഡ്സ് ഫ്ലവർ ബീഡ്സ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇടാൻ വേണ്ടിയിട്ട് സ്ഥലം ഒഴിവാക്കിയിട്ട് ഒരു സൈഡിൽ യെല്ലോ ബീഡ്സ് ഇങ്ങനെ കോർത്തെടുക്കാം. അങ്ങനെ ഇത് കോർത്ത് എടുത്തിട്ട് നമുക്കിത് ഇടയിലായിട്ട് ഇങ്ങനെ ഗമ്മാക്കി കൊടുക്കണം കേട്ടോ. ഗമ്മാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അറ്റത്തിലെ ബീഡ്സ് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഗമ്മാക്കിയിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ കൂടുതലല്ല, ഇത് ഒട്ടാനുള്ളൊരു ടൈം കൊടുക്കണം. അങ്ങനെ ഞാനിതാ ഒരു ഭാഗത്തിൽ യെല്ലോ ബീഡ്സ് മൊത്തത്തിലായിട്ട് കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഫ്ലവർ ബീഡ്സ് ഇട്ടതിന് ശേഷം പിന്നെ യെല്ലോ ബീഡ്സ് അങ്ങനെ ഇടക്കിടക്കായിട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ പശയാക്കണം കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ ബീഡ്സിൻ്റെ ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ അവിടെ ഗമ്മ് കൂടുതലായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൈം ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കണം കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലാറ്റ് ഭാഗം ഇങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അത് ഒട്ടാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഫ്ലവർ ബീഡ്സ് ഇട്ടതിന് ശേഷം പിന്നെ യെല്ലോ ബീഡ്സും കൂടെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതിങ്ങനെ റീപ്പീറ്റ് ചെയ്യുക. 5 ഫ്ലവർ ബീഡ്സ് ആകുന്നവരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലവർ ബീഡ്സ് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യെല്ലോ ബീഡ്സ് ബാക്കിയുള്ള മൊത്തത്തിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മറന്നു പോകാൻ പാടില്ല, ഗമ്മാക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഒട്ടിച്ചിട്ട് പോകണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ലാസ്റ്റത്തെ ബീഡ്സ് ഇടുന്ന ഭാഗത്ത് നല്ലോണം ഗമ്മാക്കിയിട്ട് കുറച്ച് ടൈം ഇങ്ങനെ ഊതിയിട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് കാറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലോണം ഒട്ടിക്കോളൂ. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗത്ത് നല്ലോണം ഗമ്മാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കെല്ലാം നല്ല രസമായിരിക്കും. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഹെയർ ബോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.